സോഷ്യോ പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ഫസ്റ്റിലെ ഏറ്റവും അവസാനത്തെ യൂണിറ്റാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. 11ാമത്തെ യൂണിറ്റിൻ്റെ പേര് സോഷ്യോളജി വാട്ട് വൈ, സമൂഹശാസ്ത്രം എന്ത് എന്തിന്. സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. 10ാം ക്ലാസ് കഴിഞ്ഞ് ഹ്യൂമാനിറ്റീസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ +1 +2 ഹ്യൂമാനിറ്റീസിൻ്റെ ഭാഗമായിട്ട് സോഷ്യോളജി മിക്കവാറും എല്ലാ സ്കൂളുകളും ഇല്ല, പക്ഷെ മിക്കവാറും സ്കൂളുകളിൽ നമുക്ക് ഹ്യൂമാനിറ്റീസിൽ വരുന്ന ഒരു സബ്ജക്റ്റാണ് സോഷ്യോളജി. അപ്പോൾ ആ സോഷ്യോളജി അല്ലെങ്കിൽ സമൂഹശാസ്ത്രം അത് എന്തിന്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അത് പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ നോക്കുന്നത്. ഒരു ചെറിയ യൂണിറ്റാണ്, ഒരുപാടൊന്നും നമുക്ക് പഠിക്കാനില്ലാത്ത, കണ്ടന്റ് വളരെ കുറവുള്ള ഒരു ചെറിയൊരു യൂണിറ്റാണ് ഈ യൂണിറ്റ് സോഷ്യോളജി വാട്ട് വൈ. അപ്പോൾ ഈ ഒരു പാഠഭാഗം നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും MT വാസുദേവൻ നായരുടെ നാലുകെട്ട് എന്ന നോവലിലെ ചെറിയൊരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ നാലുകെട്ട് എന്ന് പറയുന്ന MT വാസുദേവൻ നായരുടെ ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ്, നോവലാണ്. അപ്പോൾ ആ നോവലിലെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥമാണ് നമുക്ക് അറിയേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മലയാളം ടെക്സ്റ്റ് ഞാനൊന്ന് സ്ക്രീനിൽ ഷെയർ ചെയ്ത് അതിൻ്റെ അർത്ഥം എന്താണ് ഈ ഒരു ഇവിടെ കൊടുത്തിട്ടുള്ള വരികളുടെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും MT വാസുദേവൻ നായർ എന്താണ് ഈ നാലുകെട്ടിൽ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. പതിവിലും വൈകിയാണ് അപ്പുണ്ണി സ്കൂളിലേക്ക് പുറപ്പെട്ടത്. രാവിലെ കഞ്ഞി കിട്ടാൻ വൈകി. കുറച്ച് ദിവസമായി നേരത്ത് ഭക്ഷണമില്ല. വിത്ത് മുഴുവൻ എടുത്ത് ചെലവാക്കി കഴിഞ്ഞു. പത്തായത്തിലെ നെല്ല് വലിയമ്മാമ വണ്ടിക്കാർക്ക് വിറ്റു. നെല്ല് ചോദിക്കാൻ ചെന്നാൽ അമ്മാമ്മ കൊടുക്കുന്നത് കേട്ടാൽ അറയ്ക്കുന്ന ചീത്ത വാക്കുകളാണ്. ചുരുക്കം ദിവസങ്ങളിലെ വലിയമ്മാമ വീട്ടിലുണ്ടാകാറുള്ളൂ. പൂന്തോട്ടത്തിലേക്ക് പോയാൽ തിരിച്ചു വരുന്നത് 8-10 ദിവസം കഴിഞ്ഞാണ്. അടയ്ക്ക പറയും നാളികേരമിടലും കഴിഞ്ഞാൽ പോകും. വീട്ടിലെ ചെലവ് നടത്തേണ്ടത് തൻ്റെ ഉത്തരവാദിത്വമല്ല എന്ന ഭാവമാണ്. വീട്ടിലെ ഭക്ഷണകാര്യത്തിൽ കുട്ടമ്മാമയ്ക്കും ശ്രദ്ധയില്ല. നേരത്തിനു വരുമ്പോൾ ഭക്ഷണമില്ലെങ്കിൽ മീനാക്ഷിയടത്തിയാണ് ചീത്ത പറയുക. അടുത്ത വീടുകളിൽ നിന്ന് നെല്ലും അരിയും കടം വാങ്ങാൻ പോകുന്നത് അവരാണ്. ഇടയ്ക്കിടെ അവർ പറയും ഒക്കെ എൻ്റെ യോഗം. MT വാസുദേവൻ നായരുടെ നാലുകെട്ട് എന്ന നോവലിലെ ഭാഗമാണ്, കുറച്ച് ചെറിയൊരു ഒരു ഭാഗമാണ് നമ്മളിവിടെ നോക്കിയിട്ടുള്ളത്. അപ്പൊ ഇത് ഇവിടെ പറയാനുള്ള കാരണം എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലേക്ക് തന്നെ മടങ്ങാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളിപ്പോൾ വായിച്ചു കഴിഞ്ഞു, അതിന്റെ അർത്ഥം നോക്കി കഴിഞ്ഞു. ദിസ് ഈസ് എ പാർട്ട് ഓഫ് ദി നോവൽ നാലുകെട്ട് ബൈ ദി ഫേമസ് റൈറ്റർ MT വാസുദേവൻ നായർ. The changes in the customs of the joint family system in Kerala are depicted from the view of a child. ഇവിടെ MT വാസുദേവൻ നായർ ഈ ഒരു നാലുകെട്ട് എന്ന് പറയുന്ന ഒരു ഭാഗത്തിന്റെ ആ ഒരു നോവലിന്റെ ഈ ഒരു ഭാഗത്തിലൂടെ എന്താ നമ്മളോട് പറയുന്നത്? The changes in the customs of the joint family system in Kerala are depicted from the view of a child. അതായത് കേരളത്തിൽ ഉണ്ടായിരുന്ന കൂട്ടുകുടുംബ സമ്പ്രദായം, ജോയിന്റ് ഫാമിലി സിസ്റ്റം, കേരളത്തിൽ ഉണ്ടായിരുന്ന കൂട്ടുകുടുംബ സമ്പ്രദായത്തിലെ മാറ്റങ്ങൾ, ആ ഒരു സമ്പ്രദായം തകർന്നതും അത് ക്ഷയിച്ചതും അതിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളും ഒക്കെ ഒരു കുട്ടിയുടെ കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിക്കുകയാണ് കഥാകൃത്ത് ഇവിടെ ചെയ്തിട്ടുള്ളത്. MT വാസുദേവൻ നായർ ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒരു കുട്ടിയുടെ കാഴ്ചപ്പാടിലൂടെയാണ് നമ്മളിപ്പോ ഈ ഒരു ഭാഗം വായിച്ചിട്ടുള്ളത്. കേരളത്തിലെ ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിൽ, ശ്രദ്ധിക്കണേ, കേരളത്തിലുണ്ടായിരുന്ന ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിൽ, കൂട്ടുകുടുംബ വ്യവസ്ഥയിലുണ്ടായിരുന്ന, കൂട്ടുകുടുംബ സമ്പ്രദായത്തിലുണ്ടായിരുന്ന ചില മാറ്റങ്ങൾ ഒരു കുട്ടിയുടെ കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്തത്. ഇനി നമ്മൾ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ കാണാൻ പറ്റും, let's examine the findings of Robin Jeffrey, a sociologist, on the same things. അപ്പൊ ഇതേ വിഷയത്തിൽ, അതായത് കേരളത്തിലെ ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അതേ ആ ഒരു ടോപ്പിക്, അതേ വിഷയത്തിൽ തന്നെ റോബിൻ ജെഫ്രി എന്ന് പറയുന്ന ഒരു സോഷ്യോളജിസ്റ്റ്, ഓക്കെ, അദ്ദേഹത്തിന്റെ ഒരു പഠനത്തിന്റെ റിപ്പോർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ കേരളത്തിലെ ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതിലെ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള റോബിൻ ജെഫ്രി നടത്തിയിട്ടുള്ള പഠനത്തിന്റെ
അദ്ദേഹത്തിന്റെ ചില ഫൈൻഡിങ്സ്, അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇനി നമുക്കിവിടെ വായിക്കാനുള്ളത്. അതും നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ അർത്ഥം നമുക്ക് അത്ര ഇവിടെ അറിയേണ്ടതുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എല്ലാവർക്കും പെട്ടെന്ന്, എല്ലാ കുട്ടികൾക്കും പെട്ടെന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ മലയാളം ടെക്സ്റ്റ് ഇവിടെ ഒന്ന് ഷെയർ ചെയ്തിട്ട് അതിന്റെ കാര്യങ്ങൾ പറയാം. എന്താണ് റോബിൻ ജെഫ്രിയുടെ കണ്ടെത്തൽ എന്ന് നമുക്കിവിടെ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് റോബിൻ ജെഫ്രിയുടെ ഫൈൻഡിങ്സ് ഒന്ന് നോക്കാം. സാമ്പത്തിക ഞെരുക്കം താങ്ങാൻ തറവാടുകൾ കൂടുതൽ ശേഷിയില്ലാത്തവയാവുകയായിരുന്നു. വളരെ വലിയ കൂട്ടുകുടുംബങ്ങൾ അവരുടെ മിച്ച നെല്ലിന്റെ വിലയേറ്റം മൂലം ലാഭം നേടിയിരിക്കാം. എന്നാൽ അതുതന്നെ തറവാട്ടിൽ തമ്മിൽ തല്ലിനും അഭിപ്രായ വ്യത്യാസത്തിനും വഴിയൊരുക്കുകയും ചെയ്തിരുന്നു. ചെറുകിട തറവാടുകളെ സംബന്ധിച്ചാണെങ്കിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയതും തൊഴിലാളികളുടെ കൂലി കൂട്ടിയതും നെല്ല് വില വർദ്ധിച്ചതും ധനവിഭവത്തെ ശോഷിപ്പിച്ചു. അതിനും പുറമെ തറവാട്ടിലെ അംഗങ്ങൾ കൂട്ടുകുടുംബ താല്പര്യങ്ങളെക്കാളും സ്വന്തം താല്പര്യങ്ങൾക്ക് കൂടുതൽ പരിഗണന പ്രകടിപ്പിക്കുകയും ചെയ്തു. റോബിൻ ജെഫ്രി, നായർ മേധാവിത്വത്തിന്റെ പതനം. ഓക്കെ, അപ്പോ ഈ വായിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. അതിന്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റിലേക്ക് തന്നെ നമുക്ക് മടങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ വിവരിക്കാം. Though M.T. and Jeffrey, M.T. Vasudevan Nair and Robin Jeffrey are dealing with the same topic, their observations are different. ഈ രണ്ട് ആളുകളും, റോബിൻ ജെഫ്രി ആയിക്കോട്ടെ അതേപോലെ അഥവാ എം ടി വാസുദേവൻ നായർ അദ്ദേഹം ആയിക്കോട്ടെ, റോബിൻ ജെഫ്രി ആയിക്കോട്ടെ, രണ്ടുപേരും ഇവിടെ പരാമർശിച്ചിട്ടുള്ളത് ഏകദേശം ഒരേ കാര്യം തന്നെയാണ്. കേരളത്തിലെ ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ചാണ് രണ്ടുപേരും ഇവിടെ അവരുടെ കൃതികളിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ the personal experience and imagination of M.T. are the basis of his conclusions in നാലുകെട്ട്. പക്ഷെ ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എം ടി വാസുദേവൻ നായരുടെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളും അദ്ദേഹത്തിന്റെ ഇമാജിനേഷൻസ്, അദ്ദേഹത്തിന്റെ ഭാവനയും ഒക്കെയാണ് നാലുകെട്ട് എന്ന് പറയുന്ന നോവലിലെ അദ്ദേഹം ഇങ്ങനെ ഒരു രചന നടത്താൻ കാരണമായിട്ടുള്ളത്. അല്ലെങ്കിൽ നാലുകെട്ട് എന്ന് പറയുന്ന നോവലിലെ അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സിന്റെ, അദ്ദേഹത്തിന്റെ നിഗമനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതാണ്, അദ്ദേഹത്തിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഓക്കെ, ഈ ഒരു നോവൽ എഴുതിയിട്ടുള്ള എം ടി വാസുദേവൻ നായരുടെ, നാലുകെട്ട് എന്ന നോവൽ എഴുതിയിട്ടുള്ള എം ടി വാസുദേവൻ നായരുടെ വ്യക്തിപരമായിട്ടുള്ള ചില അനുഭവങ്ങൾ, പേഴ്സണൽ എക്സ്പീരിയൻസും അതേപോലെ അദ്ദേഹത്തിന്റെ ഇമാജിനേഷൻസ്, ഭാവനയും ഒക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മൾ ആദ്യം വായിച്ചിട്ടുള്ള ഈ ഒരു പാസേജിൽ. ഓക്കെ, ഇത് അദ്ദേഹത്തിന്റെ ഒരു നോവലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇമാജിനേഷൻസും അദ്ദേഹത്തിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസും എല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു സാമൂഹിക മാറ്റം, ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു മാറ്റത്തെ ഇവിടെ പരാമർശിക്കുന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ ഇത് എഴുതിയിട്ടുള്ള എം ടി വാസുദേവൻ നായരുടെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളും അദ്ദേഹത്തിന്റെ ഭാവനയും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഉൾപ്പെട്ടിട്ടുണ്ട്. അതേ സമയത്ത് റോബിൻ ജെഫ്രി ഹാസ് come to his conclusions after analyzing the collected data in a scientific way. അതേ സമയത്ത് എം ടിയുമായി കമ്പയർ ചെയ്യുമ്പോൾ റോബിൻ ജെഫ്രി എന്താ ചെയ്തത്? റോബിൻ ജെഫ്രിയുടെ പഠനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ സയന്റിഫിക് ആയിട്ട് ശാസ്ത്രീയ രീതികളിലൂടെ കളക്ട് ചെയ്തിട്ടുള്ള വിവരങ്ങളൊക്കെ വിശകലനം ചെയ്തിട്ടാണ് റോബിൻ ജെഫ്രി എന്ത് ചെയ്തത്, തന്റെ നിഗമനത്തിൽ, കൺക്ലൂഷനിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഓക്കെ, റോബിൻ ജെഫ്രി ഹാസ് കം ടു ഹിസ് കൺക്ലൂഷൻസ് ആഫ്റ്റർ അനലൈസിംഗ് ദി കളക്റ്റഡ് ഡാറ്റ ഇൻ എ സയന്റിഫിക് വേ. ഒരുപാട് പഠനം നടത്തി, ഒരുപാട് വിവരങ്ങൾ ശേഖരിച്ച് അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള അനാലിസിസിലൂടെയാണ്, ശാസ്ത്രീയമായിട്ടുള്ള വിശകലനത്തിലൂടെയാണ് റോബിൻ ജെഫ്രി തന്റെ കൺക്ലൂഷനിലേക്ക് അല്ലെങ്കിൽ ഫൈൻഡിങ്സിലേക്ക് എത്തിയിട്ടുള്ളത്. അവിടെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളോ അദ്ദേഹത്തിന്റെ ഇമാജിനേഷൻസോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. കാരണം അതൊരു സയന്റിഫിക് സ്റ്റഡിയാണ്. ദി ഡിക്ലൈൻ ഓഫ് നായർ ഡോമിനൻസ്, നായർ മേധാവിത്വത്തിന്റെ പതനം എന്ന തന്റെ ആ ഒരു സ്റ്റഡി, ഈ ഒരു സ്റ്റഡി റോബിൻ ജെഫ്രി നടത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരുപാട് സമൂഹത്തിൽ നിന്ന് ഒരുപാട് ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടാണ്. അവിടെ അതൊരു സാഹിത്യ കൃതിയല്ല. അടിസ്ഥാനപരമായി പറയുമ്പോൾ ഇതെന്തല്ല, ദി ഡിക്ലൈൻ ഓഫ് നായർ ഡോമിനൻസ് എന്ന റോബിൻ ജെഫ്രിയുടെ കൃതി അതൊരു സാഹിത്യ കൃതിയല്ല, അതൊരു റിസർച്ച് സ്റ്റഡിയാണ്, ഒരു ഗവേഷണ പഠനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ അത് വളരെ ഒബ്ജക്റ്റീവ് ആയിരിക്കും, വളരെ ഫാക്ട്സ് നിറഞ്ഞിട്ടുള്ളതായിരിക്കും, സയന്റിഫിക് ആയിരിക്കും. സോ ലെറ്റ്സ് എക്സാമിൻ ദി ഡിഫറൻസ് ഇൻ ദി വേസ് അഡോപ്റ്റഡ് ബൈ ദം. അപ്പൊ ഈ രണ്ടാളുകളും, എം ടി വാസുദേവൻ നായരും അതേപോലെ തന്നെ റോബിൻ ജെഫ്രിയും, ഈ രണ്ടുപേരും സ്വീകരിച്ചിട്ടുള്ള ചില രീതികൾ അല്ലെങ്കിൽ രീതികളിലെ വ്യത്യാസം നമുക്ക് പരിശോധിക്കാം. അപ്പൊ ഈ ഒരു ബോക്സ് പറഞ്ഞ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാം. ഈ നാലുകെട്ട് എന്ന കൃതിയും അതേപോലെ തന്നെ ഡിക്ലൈൻ ഓഫ് നായർ ഡോമിനൻസ് എന്ന കൃതിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നാലുകെട്ട് എന്ന് പറയുന്നത് ഇവിടെ പറയുന്നു ദി ലിറ്റററി ജേർണൽ നോവൽ.
അതായത് നോവൽ എന്ന് പറയുന്ന ഒരു സാഹിത്യ രൂപമാണ്. നമുക്കറിയാം സ്റ്റോറി, പോയം എന്നൊക്കെ പറയും പോലെ തന്നെ നോവൽ എന്ന് പറയുന്ന ഒരു സാഹിത്യ രൂപമാണ് നാലുകെട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അത് നോവലാണ് എന്ന് പറയാം. എന്നാൽ ഡിക്ലൈൻ ഓഫ് നായർ ഡോമിനൻസ് എന്ന് പറയുന്ന കൃതിയോ, ദാറ്റ്സ് എ റിസർച്ച് സ്റ്റഡി. നമ്മൾ നേരത്തെ പറഞ്ഞു, അതൊരു ഗവേഷണ പഠനമാണ്. അതിൽ ഒരു കഥയോ കവിതയോ അങ്ങനെയുള്ള ഒരു സാഹിത്യ രൂപമൊന്നുമല്ല, അതൊരു റിസർച്ച് സ്റ്റഡി, ഒരു ഗവേഷണ പഠനമാണ്. ഇനി നാലുകെട്ടുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇമാജിനേറ്റീവ്, ഭാവനാത്മകമാണ്. അതായത് ഇത് എഴുതിയിട്ടുള്ള വ്യക്തി ആരാണോ അദ്ദേഹത്തിന്റെ ഭാവനക്കനുസരിച്ച് അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടും, ഉൾപ്പെടാതിരിക്കാം. എന്നാൽ ഡിക്ലൈൻ ഓഫ് നായർ ഡോമിനൻസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു റിസർച്ച് സ്റ്റഡിയാണ്, അതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റീവ് ആണ്, വസ്തുനിഷ്ഠമാണ്. ഇമാജിനേഷൻ അല്ല അവിടെയുള്ളത്, ഒബ്ജക്റ്റീവ് ആണ്. ദെൻ നാലുകെട്ട് ഇമോഷണൽ റെസ്പോൺസ്, വൈകാരിക പ്രതികരണങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. കഥ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു നാലുകെട്ട് എന്ന നോവൽ എഴുതിയിട്ടുള്ള വ്യക്തിയുടെ, MTയുടെ വൈകാരിക പ്രതികരണം നമുക്ക് ഈ ഒരു നോവലിൽ നാലുകെട്ടിന്റെ പല ഭാഗങ്ങളിലും കാണാൻ പറ്റും. ഇമോഷണൽ റെസ്പോൺസ് ആണ് അതിൽ കൂടുതലും കാണാൻ പറ്റുക. എന്നാൽ ഡിക്ലൈൻ ഓഫ് നായർ ഡോമിനൻസ് എന്ന് പറയുന്ന റിസർച്ച് സ്റ്റഡി നമ്മൾ പറഞ്ഞു, അത് ഒബ്ജക്റ്റീവ് ആണ്. അതേപോലെ തന്നെ ലോജിക്കൽ അനാലിസിസ്, യുക്തിപരമായിട്ടുള്ള അപഗ്രഥനമാണ്. വ്യക്തിയുടെ, ഇത് എഴുതിയിട്ടുള്ള വ്യക്തിയുടെ പിന്നെ പേഴ്സണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തിപരമായ അനുഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല. അതേപോലെ ഇമോഷണൽ റെസ്പോൺസിനല്ല അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്, മറിച്ച് ലോജിക്കൽ അനാലിസിസ്, യുക്തിപരമായ അപഗ്രഥനം, കളക്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷനൊക്കെ വെച്ച് വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് അവിടെ നടക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഫൈൻഡിങ്സ് ആണ് ദി ഡിക്ലൈൻ ഓഫ് നായർ ഡോമിനൻസ് എന്ന് പറയുന്ന കൃതിയിൽ ആര് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? റോബിൻ ജെഫ്രി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കൃതികൾ തമ്മിൽ, നാലുകെട്ട് എന്ന കൃതിയും നാലുകെട്ട് എന്ന് പറയുന്ന ആ ഒരു പുസ്തകവും അതേപോലെ ഡിക്ലൈൻ ഓഫ് ദി നായർ ഡോമിനൻസ് എന്ന് പറയുന്ന പുസ്തകവും തമ്മിലുള്ള പ്രധാന ഡിഫറൻസ് നമ്മളിവിടെ നോക്കി. രണ്ടും എന്ത് തന്നെയാണ്? രണ്ടും അക്കാലത്ത് അല്ലെങ്കിൽ ഒരു കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്ന ജോയിന്റ് ഫാമിലി സിസ്റ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. പക്ഷെ നാലുകെട്ടില് അത് എഴുതിയിട്ടുള്ള ആളുകളുടെ ഭാവനയും അദ്ദേഹത്തിന്റെ സർഗാത്മകതയും അദ്ദേഹത്തിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസും എല്ലാം കടന്നു വരുന്നുണ്ട്. എന്നാൽ ഡിക്ലൈൻ ഓഫ് നായർ ഡോമിനൻസ് എന്ന് പറയുന്നത് ഒരു റിസർച്ച് സ്റ്റഡിയാണ്, അതുകൊണ്ട് തന്നെ വളരെ ഒബ്ജക്റ്റീവ് ആണ്. ലോജിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ സയന്റിഫിക് അനാലിസിസ് ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ആ വ്യത്യാസം നമ്മൾ നോക്കിക്കഴിഞ്ഞു. ലെറ്റ്സ് എക്സാമിൻ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിയേറ്റീവ് റൈറ്റിംഗ് ആൻഡ് ദി സ്റ്റഡി ഓഫ് സോഷ്യോളജി. ഓക്കെ, നമ്മളിനി പറയാൻ പോകുന്ന അതാണ്, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും ആദ്യം പഠിക്കാനുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എക്സാമിന് വേണ്ടി പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ പറയാൻ പോകുന്നത്. ദി ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിയേറ്റീവ് റൈറ്റിംഗ് ആൻഡ് ദി സ്റ്റഡി ഓഫ് സോഷ്യോളജി. ഓക്കെ, അതായത് ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സർഗരചന എന്നൊക്കെ പറയാം. വളരെ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, സർഗാത്മകമായി ചിന്തിക്കുക എന്നൊക്കെ പറയാറുണ്ട്. സോ ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ സർഗരചന. അതേപോലെ സ്റ്റഡി ഓഫ് സോഷ്യോളജി, സമൂഹശാസ്ത്ര പഠനം, സമൂഹശാസ്ത്ര അന്വേഷണം എന്നൊക്കെ പറയാം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഈ പറയുന്ന നാലുകെട്ട് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് റൈറ്റിംഗ് ആണ്, അതൊരു സർഗരചനയാണ്. നാലുകെട്ട് ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗ് ആണ്. ഡിക്ലൈൻ ഓഫ് നായർ ഡോമിനൻസ് സ്റ്റഡി ഓഫ് സോഷ്യോളജിയാണ്, അതൊരു സമൂഹശാസ്ത്ര പഠനമാണ്, ഗവേഷണമാണ് അല്ലെങ്കിൽ അന്വേഷണമാണ്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള, ക്രിയേറ്റീവ് റൈറ്റിംഗും സ്റ്റഡി ഓഫ് സോഷ്യോളജിയും തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് ആണ് നമുക്ക് ആദ്യം ഇവിടെ പഠിക്കാനുള്ളത്. അപ്പൊ ഈ നാലുകെട്ടും ഡിക്ലൈൻ ഓഫ് നായർ ഡോമിനൻസും പറഞ്ഞപ്പോൾ തന്നെ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഏറെക്കുറെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അതൊന്നുകൂടി വളരെ കൃത്യമായ പോയിന്റ്സ് ആക്കി നമുക്ക് ഇവിടെ നോക്കാം. അപ്പൊ ക്രിയേറ്റീവ് റൈറ്റിംഗുമായി ബന്ധപ്പെട്ട് 3 പോയിന്റ്സ്, അതേപോലെ സ്റ്റഡി ഓഫ് സോഷ്യോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 പോയിന്റ്സ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ നോക്കുന്നത്. ക്രിയേറ്റീവ് റൈറ്റിംഗ് അഥവാ സർഗരചന, സ്റ്റഡി ഓഫ് സോഷ്യോളജി സമൂഹശാസ്ത്ര പഠനം അല്ലെങ്കിൽ സമൂഹശാസ്ത്ര ഗവേഷണം, അന്വേഷണം എന്നൊക്കെ പറയാം. അപ്പോൾ ക്രിയേറ്റീവ് റൈറ്റിംഗ് ആണെങ്കിൽ റൈറ്റിംഗ് ഈസ് ബേസ്ഡ് ഓൺ ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. നേരത്തെ നമ്മൾ നാലുകെട്ട് പറഞ്ഞപ്പോൾ മെൻഷൻ ചെയ്ത കാര്യം തന്നെയാണ്. ഇവിടെ എങ്ങനെയാണ് രചന നടക്കുന്നത്? റൈറ്റിംഗ് ഈസ് ബേസ്ഡ് ഓൺ ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. അതായത് ഇമാജിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാവനയാണ്, ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ സർഗാത്മകതയാണ്. അപ്പൊ ഈ ഒരു ഭാവനയും സർഗാത്മകതയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ രചന നടക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു കാര്യം എഴുതുന്നത്, ഒരു പുസ്തകമായിക്കോട്ടെ, ആ പുസ്തകം എഴുതുന്നത് എങ്ങനെയാണ്? അത് എഴുതുന്ന ആളുടെ ഭാവനയും അദ്ദേഹത്തിന്റെ സർഗാത്മകതയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ക്രിയേറ്റീവ് റൈറ്റിംഗ് നടക്കുന്നത്. അതേപോലെ തന്നെ സോഷ്യൽ ഇവന്റ്സ് ആർ ഡെപിക്റ്റഡ് ഓൺ എസ്തെറ്റിക് റിലംസ്.
സോഷ്യൽ ഇവന്റ്സ് ആർ ഡെപ്പിക്റ്റഡ് ഓൺ എസ്തെറ്റിക് റിലംസ്. അതായത് സർഗരചനയാണെങ്കിലും കഥയാണെങ്കിലും കവിതയാണെങ്കിലും നോവലാണെങ്കിലും ഒക്കെ അവിടെ എന്ത് ഉൾപ്പെടുന്നുണ്ട്? സമൂഹത്തിലുള്ള പല പ്രശ്നങ്ങളും സമൂഹത്തിലുള്ള പല വിഷയങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ സാമൂഹിക വിഷയങ്ങളെ, സാമൂഹിക സംഭവങ്ങളെ ഏത് രീതിയിലാണ് പ്രസന്റ് ചെയ്യുന്നത്? സൗന്ദര്യാത്മക തലങ്ങളിലാണ് ആവിഷ്കരിക്കുന്നത്. സോഷ്യൽ ഇവന്റ്സ് ആർ ഡെപ്പിക്റ്റഡ് ഓൺ എസ്തെറ്റിക് റിലംസ്. സൗന്ദര്യാത്മക തലങ്ങളിൽ ആവിഷ്കരിക്കുന്നു. അതായത് ഒരുപാട് ആളുകളിലേക്ക് അത് എത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി, ഇപ്പൊ ഒരു ദുരനുഭവമാണെങ്കിലും സമൂഹത്തിലുണ്ടായിട്ടുള്ള ഒരു ദുരനുഭവം പിന്നെ കാണുന്നവരെ അല്ലെങ്കിൽ കേൾക്കുന്നവരെ അല്ലെങ്കിൽ വായിക്കുന്നവരെയൊക്കെ വല്ലാതെ വേദനിപ്പിക്കുന്ന അനുഭവമാണെങ്കിലും, അതേപോലെ വളരെ സന്തോഷമുണ്ടാക്കുന്ന സമൂഹത്തിലുള്ള ഒരു കാര്യമാണെങ്കിലും, എന്ത് തന്നെയാണെങ്കിലും എല്ലാം അതിന്റെ സൗന്ദര്യാത്മക തലങ്ങളിലായിരിക്കും ആവിഷ്കരിക്കുക, ക്രിയേറ്റീവ് റൈറ്റിംഗിൽ ആവിഷ്കരിക്കുക. ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തണം, ഇത് വായിക്കപ്പെടണം എന്നൊക്കെയുള്ള ചിന്തയിൽ. സോ സോഷ്യൽ ഇവന്റ്സ് ആർ ഡെപ്പിക്റ്റഡ് ഓൺ എസ്തെറ്റിക് റിലംസ്. ഓക്കെ, സാമൂഹിക വിഷയങ്ങളെ, സംഭവങ്ങളെ സൗന്ദര്യാത്മക തലങ്ങളിൽ ആവിഷ്കരിക്കുന്നു. ഒരു പോയിന്റും കൂടിയുണ്ട്. ദി ഗോൾ ഓഫ് ക്രിയേറ്റീവ് റൈറ്റിംഗ് ഇസ് അപ്രീസിയേഷൻ. ക്രിയേറ്റീവ് റൈറ്റിംഗിന്റെ, സർഗരചനയുടെ പിന്നെ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്ത് തന്നെയായിരിക്കും? മിക്കവാറും ആസ്വാദനമായിരിക്കും ലക്ഷ്യം. ഓക്കെ, നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി തന്നെയാണ്. അതായത് ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തിപ്പെടണം, എല്ലാവർക്കും, വായിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടണം. ഓക്കെ, എല്ലാവരും ഇത് ആസ്വദിച്ച് വായിക്കണം എന്നൊക്കെയുള്ള ആ ഒരു ചിന്തയോട് കൂടിയായിരിക്കും ഒരു നാടകം അല്ലെങ്കിൽ ഒരു കഥ, ഒരു കവിത ഒക്കെ നമ്മൾ എഴുതുന്നത്. അതാണല്ലോ ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സർഗരചന, ക്രിയേറ്റീവ് റൈറ്റിംഗ് മിക്കവാറും എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്? ദി ഗോൾ ഓഫ് ക്രിയേറ്റീവ് റൈറ്റിംഗ് ഈസ് അപ്രീസിയേഷൻ. ഓക്കെ, ആസ്വാദനം ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും സർഗരചന എല്ലായ്പ്പോഴും ഉണ്ടാവുന്നത് അല്ലെങ്കിൽ സർഗരചന നടക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ സ്റ്റഡി ഓഫ് സോഷ്യോളജി ആണെങ്കിലോ, സമൂഹശാസ്ത്ര പഠനമാണെങ്കിലോ അതിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം. സോഷ്യൽ ഇഷ്യൂസ് സബ്ജക്ട്സ് ആർ അനലൈസ്ഡ് സയന്റിഫിക്കലി. ഇവിടെ ഇമാജിനേഷനോ ക്രിയേറ്റിവിറ്റിയോ ഒന്നും അല്ല നോക്കുന്നത്. എഴുതുന്ന അല്ലെങ്കിൽ ആ ഒരു പഠനം നടത്തുന്ന ആൾ എന്താ ശ്രദ്ധിക്കുന്നത്? സോഷ്യൽ ഇഷ്യൂസ് ഓർ സബ്ജക്ട്സ് ആർ അനലൈസ്ഡ് സയന്റിഫിക്കലി. സാമൂഹിക പ്രതിഭാസങ്ങളോ അല്ലെങ്കിൽ സമൂഹത്തിലെ വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വളരെ സയന്റിഫിക് ആയിട്ട്, ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്യുന്നു. അവിടെ എന്തില്ല? അത് പഠനം നടത്തുന്ന ആളുടെ ഭാവന, ഇമാജിനേഷൻ, അദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ സർഗാത്മകത, അതിനൊന്നും അവിടെ പ്രാധാന്യമില്ല. ഓക്കെ, സമൂഹത്തിലുള്ള പ്രശ്നങ്ങളെ, വിഷയങ്ങളെ സയന്റിഫിക് ആയിട്ട്, ശാസ്ത്രീയമായിട്ട് അനലൈസ് ചെയ്യാണ്, വിശകലനം ചെയ്യാണ് ചെയ്യുന്നത്. ഇനി അടുത്ത പോയിന്റ് ആണെങ്കിൽ സോഷ്യൽ കണ്ടീഷൻസ് ആർ അനലൈസ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് കോസ് എഫക്ട് റിലേഷൻഷിപ്പ്. കോസ് എഫക്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ കാര്യകാരണ ബന്ധം എന്ന് പറയാം. അപ്പൊ സമൂഹത്തിലുള്ള പ്രശ്നങ്ങളെ, സാമൂഹിക അവസ്ഥകളെ കോസ് എഫക്ട് റിലേഷൻഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അപഗ്രഥിക്കുന്നു. ഓക്കെ, സാമൂഹിക വിഷയങ്ങളെ, ഇപ്പൊ ഒരു സമൂഹത്തിലുണ്ടാവുന്ന ഒരു പ്രശ്നമായിക്കോട്ടെ, പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു കാര്യമായിക്കോട്ടെ, അപ്പൊ അതിന്റെ കാര്യകാരണ ബന്ധത്തിന്റെ, ഇതെന്തുകൊണ്ടുണ്ടാവുന്നു, എങ്ങനെ പരിഹരിക്കാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അതിന്റെ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അപഗ്രഥിക്കുന്നു. ഒരു വിഷയത്തെ, ഒരു സാമൂഹിക പ്രശ്നത്തെ, ഒരു സാമൂഹിക വിഷയത്തെ അല്ലെങ്കിൽ ഒരു സാമൂഹിക അവസ്ഥയെ അതിന്റെ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അപഗ്രഥിക്കുകയാണ് സ്റ്റഡി ഓഫ് സോഷ്യോളജിയിൽ ചെയ്യുന്നത്. സോഷ്യൽ കണ്ടീഷൻസ് ആർ അനലൈസ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് കോസ് എഫക്ട് റിലേഷൻഷിപ്പ്. നേരത്തെ നമ്മൾ പറഞ്ഞു, അത് സയന്റിഫിക് സ്റ്റഡിയാണ്, ഒരു റിസർച്ച് സ്റ്റഡിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്തില്ല? ഒരു എസ്തെറ്റിക് സെൻസിൽ എടുക്കുന്നില്ല. അവിടെ വിഷയങ്ങളെ അതിന്റെ സൗന്ദര്യാത്മക തലങ്ങളിൽ കാണുന്നില്ല. ഓക്കെ, അതിന്റെ കോസ് എഫക്ട് റിലേഷൻഷിപ്പിന്റെ ബേസിൽ മാത്രം അനലൈസ് ചെയ്യുന്നു. ആൻഡ് സൊസൈറ്റി ഈസ് ഒബ്ജക്റ്റീവ്ലി അനലൈസ്ഡ്. സമൂഹത്തെ വസ്തുനിഷ്ഠമായിട്ട് അപഗ്രഥിക്കുകയാണ്. അത് ആളുകൾ വായിച്ചാലും വായിച്ചില്ലെങ്കിലും അവിടെ എന്ത് വിഷയമല്ല, അപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു ഗോളൊന്നും അവിടെ ഇല്ല. ഓക്കെ, ആസ്വാദനം, വായിക്കുന്ന ആളുകൾ ഇത് ആസ്വദിച്ച് വായിക്കണമെന്നോ ഒരുപാട് ആളുകളിലേക്ക് അത് സജസ്റ്റ് ചെയ്യപ്പെടണമെന്നോ അങ്ങനെയുള്ള ലക്ഷ്യത്തോടു കൂടിയൊന്നുമല്ല സ്റ്റഡി ഓഫ് സോഷ്യോളജി അല്ലെങ്കിൽ സമൂഹശാസ്ത്ര പഠനം നടക്കുന്നത്. ഇവിടെ എന്താ? ഇവിടെ സൊസൈറ്റി ഈസ് ഒബ്ജക്റ്റീവ്ലി അനലൈസ്ഡ്. സമൂഹത്തെ വളരെ വസ്തുനിഷ്ഠമായിട്ട് അപഗ്രഥിക്കുന്നു അല്ലെങ്കിൽ പഠനത്തിന് വിധേയമാക്കുന്നു. അത് അവാർഡ് കിട്ടാനോ അല്ലെങ്കിൽ ഒരുപാട്, നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ വായിച്ച് രസിക്കാനോ വേണ്ടിയിട്ടല്ല. സമൂഹത്തെ സയന്റിഫിക് ആയിട്ട് വളരെ ഒബ്ജക്റ്റീവായിട്ട് വിശകലനം ചെയ്യുകയാണ് അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിക്കുകയാണ്, ഗവേഷണം നടത്തുകയാണ് അവിടെ ചെയ്യുന്നത്. സോ ദീസ് ആർ ദി ഡിഫറൻസസ് ബിറ്റ്വീൻ ക്രിയേറ്റീവ് റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി ഓഫ് സോഷ്യോളജി. സമൂഹ ശാസ്ത്ര പഠനവും അതേപോലെ ക്രിയേറ്റീവ് റൈറ്റിംഗ്, സർഗരചനയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. 3 മാർക്കിന് വരെയുള്ള ചോദ്യങ്ങൾ സാധാരണഗതിയിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് വരാറുണ്ട്. നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക.
Okay, difference between creative writing and the study of sociology. ഇനി അടുത്ത ഹെഡിങ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. The world of social sciences. The world of social sciences. സാമൂഹ്യ ശാസ്ത്രങ്ങളുടെ ലോകം എന്ന് പറയാം. സാമൂഹ്യ ശാസ്ത്രങ്ങളുടെ ലോകം. അപ്പൊ ഇവിടെ നമുക്കറിയാം സോഷ്യൽ സയൻസ് എന്ന് പറയുമ്പോൾ അതൊരു, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, അതൊരു മദർ സബ്ജക്റ്റ് ആണ്. ഒരുപാട് വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മദർ സബ്ജക്റ്റ് ആണ്, ഒരു മേജർ സബ്ജക്റ്റ് ആണ് ഇത് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. സാമൂഹ്യ ശാസ്ത്രം എന്ന് പറയുന്നത് അതിൽ ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് ബ്രാഞ്ചസ് അതിനുണ്ട്, ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ഇവിടെ കാണാൻ പറ്റും ഹിസ്റ്ററി, ചരിത്രം, ജിയോഗ്രഫി, ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ആന്ത്രോപോളജി, സൈക്കോളജി എക്സെട്ര. ആന്ത്രോപോളജി എന്ന് പറയുമ്പോൾ നരവംശാസ്ത്രം എന്നാണ്, ബാക്കിയെല്ലാം നമുക്ക് അറിയുന്നതാണ്. എക്സെട്ര ആർ ഡിഫറെന്റ് ബ്രാഞ്ചസ് ഓഫ് സോഷ്യൽ സയൻസ്. ഈ പറയുന്ന വിഷയങ്ങളെല്ലാം ഇവിടെ തീരുന്നില്ല, ഇനിയും ഒരുപാടുണ്ട്. ഈ പറയുന്ന വിഷയങ്ങളെല്ലാം തന്നെ സോഷ്യൽ സയൻസിന്റെ, സാമൂഹ്യ ശാസ്ത്രത്തിന്റെ വിവിധ ശാഖകളാണ്, വിവിധ ബ്രാഞ്ചസ് ആണ്. Analyze the following table and try to find out the names of the branches of social science connected with them. അതായത് നമ്മളിവിടെ ചെയ്യേണ്ടത് വളരെ ചെറിയ ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക്, UP ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണ് ഇത്. വളരെ എളുപ്പത്തിൽ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതായത് ഇവിടെ കുറച്ച് കാര്യം ഓരോരോ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, അത് ഏത് സബ്ജക്റ്റുമായി റിലേറ്റഡ് ആണെന്ന് നമ്മൾ കണ്ടെത്തി ആ സബ്ജക്റ്റിന്റെ പേര് ഇവിടെ എഴുതി കൊടുക്കുക, അത്രേ ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം, ഓരോന്നും നമുക്ക് നോക്കാം. The study of economic activities. സ്റ്റഡി ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. സാമ്പത്തിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പഠനം ഏതാണ് സബ്ജക്റ്റ്? എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതാണ് സബ്ജക്റ്റ്? അത് ഇക്കണോമിക്സ് ആണ്, ഇക്കണോമിക്സ്. ഇനി ഇൻക്വയറി ഇൻ ടു ദി പാസ്റ്റ് ആൻഡ് ദി കൾച്ചർ. കഴിഞ്ഞ കാലത്തെക്കുറിച്ച്, പാസ്റ്റിനെ പറ്റിയില്ല, കഴിഞ്ഞ കാലത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും ഒക്കെയുള്ള അന്വേഷണം. നമുക്കറിയാം കഴിഞ്ഞുപോയ കാലത്തെ പറ്റിയുള്ള പഠനം ഏതാ? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അത് ഹിസ്റ്ററിയാണ്, അല്ലെങ്കിൽ നമ്മൾ ചരിത്രം എന്ന് പറയും, ഹിസ്റ്ററിയാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ നോക്കുകയാണെങ്കിൽ സ്റ്റഡി ഓഫ് ദി സ്റ്റേറ്റ് ആൻഡ് ദി റൈറ്റ്സ് ഓഫ് ദി പീപ്പിൾ. രാഷ്ട്രത്തെ പറ്റി, അതേപോലെ പിന്നെ മനുഷ്യന്റെ അവകാശങ്ങളെ പറ്റിയൊക്കെ പഠിക്കുന്നത് ഏതാ? അതും നമുക്കറിയാം, അത് പൊളിറ്റിക്കൽ സയൻസ് ആണ്. ഓക്കെ, ഏതാണ്? പൊളിറ്റിക്കൽ സയൻസ് ആണ്, രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്ന് പറയാം, പൊളിറ്റിക്കൽ സയൻസ്. ഓക്കെ, ഇനി സ്റ്റഡി ഓഫ് ദി ഒറിജിൻ ആൻഡ് റേഷ്യൽ ഇവല്യൂഷൻ ഓഫ് മാൻ. മനുഷ്യന്റെ ഉത്ഭവത്തെക്കുറിച്ച്, അതേപോലെ വംശീയ പരിണാമത്തെക്കുറിച്ചൊക്കെയുള്ള പഠനം, അതാണ് നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞിട്ടുള്ള ആന്ത്രോപോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ്. ആന്ത്രോപോളജി. ആന്ത്രോപോളജി എന്ന് പറയുമ്പോൾ നരവംശാസ്ത്രം എന്നാണ് മലയാളത്തിൽ പറയുക. ദ ലാസ്റ്റ് വൺ, സ്റ്റഡി ഓഫ് ഹ്യൂമൻ മൈൻഡ് ആൻഡ് ബിഹേവിയർ. എല്ലാവർക്കും അറിയാം, ഹ്യൂമൻ മൈൻഡ്, മനുഷ്യന്റെ മനസ്സുമായി ബന്ധപ്പെട്ട, മനുഷ്യന്റെ മനസ്സിനെ കുറിച്ചും മാനസിക അവസ്ഥകളെ കുറിച്ചുമൊക്കെയുള്ള പഠനം അറിയപ്പെടുന്നത് എല്ലാവർക്കും അറിയാം, അത് പിന്നെ സൈക്കോളജിയാണ്. സൈക്കോളജി എന്ന് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ആദ്യം ഒരു പി വരുന്നുണ്ട്, പി സൈലന്റ് ആണ്, പിന്നെ സൈക്കോളജി എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, സൈക്കോളജി, മനഃശാസ്ത്രം എന്ന് മലയാളത്തിൽ പറയാം. അപ്പൊ ഇതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എക്സാമിന് ചോദ്യം വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്തു നിന്ന്, അതുകൊണ്ട് നിസ്സാരാക്കി കളയേണ്ട. ഓവർ കോൺഫിഡൻസിന്റെ പേരിൽ നമ്മൾ തെറ്റിച്ച് എഴുതി പോകരുത്. വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റുന്ന, എഴുതി കൊടുക്കാൻ പറ്റുന്ന, ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അടുത്ത ഭാഗത്തേക്ക് കടക്കാം. The branches of knowledge which you have recognized undertake the study of a particular facet of society. Sociology is a distinct subject area which undertakes a comprehensive study of the relation between man and his social environment. Okay, അതായത് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് സോഷ്യോളജി വാട്ട് വൈ എന്നാണ്. സമൂഹശാസ്ത്രം എന്ത്, എന്തിന്, ഇതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോൾ മുകളിൽ പരിചയപ്പെട്ട ഹിസ്റ്ററി, സൈക്കോളജി, ആന്ത്രോപോളജി, ഇങ്ങനെ കുറച്ച് വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇതൊക്കെ ഏതെങ്കിലും ഒരു പ്രത്യേക ഏരിയയുമായി ബന്ധപ്പെട്ട, അതായത് ഇവിടെ പറയുന്നുണ്ടല്ലോ, ഇവിടെ കുറച്ച് കാര്യം, സ്റ്റഡി ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്, മനുഷ്യന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പഠനം
അതിനുള്ള സബ്ജക്റ്റാണ് ഇത് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. അതേപോലെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചൊക്കെയുള്ള അതിൻ്റെ സംസ്കാരത്തെക്കുറിച്ചൊക്കെയുള്ള ഒരു പഠനമാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഓരോ വിഷയങ്ങളും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയയുമായി ബന്ധപ്പെട്ട സമൂഹത്തിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക വശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പരാമർശിക്കുന്നു അല്ലെങ്കിൽ പഠന വിധേയമാക്കുന്നുള്ളൂ. എന്നാൽ നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന സോഷ്യോളജി എന്ന് പറയുന്നത്, സോഷ്യോളജി ഈസ് എ ഡിസ്റ്റിങ്ക്ട് സബ്ജക്ട് ഏരിയ which undertakes a comprehensive study of the relation between man and his social environment. എന്താ ഇവിടെ പറയുന്നത്? അതായത് നേരത്തെ പറഞ്ഞ വിഷയങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മനുഷ്യനും അവൻ്റെ സാമൂഹ്യ ചുറ്റുപാടും തമ്മിലുള്ള സോഷ്യൽ എൻവയോൺമെന്റ്, സാമൂഹ്യ ചുറ്റുപാട്, മനുഷ്യനും അവൻ്റെ സാമൂഹിക ചുറ്റുപാടും തമ്മിലുള്ള ബന്ധം വളരെ സമഗ്രമായിട്ട് പഠന വിധേയമാക്കുന്ന ഒരു വിഷയമാണ്, സബ്ജക്റ്റാണ് സമൂഹശാസ്ത്രം അല്ലെങ്കിൽ സോഷ്യോളജി എന്നറിയപ്പെടുന്നത്. ഒന്നുകൂടി പറയാം, സോഷ്യോളജി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ മറ്റു വിഷയങ്ങളെ പോലെയല്ല. മറ്റു വിഷയങ്ങളൊക്കെ ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗം, പ്രത്യേക വിഷയം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഏരിയ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പഠനമാണെങ്കിൽ സോഷ്യോളജി എന്ന് പറയുന്നത് ഇതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ്. അത് മനുഷ്യനും അവന്റെ സാമൂഹിക ചുറ്റുപാടും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഇവിടെ പറയുന്നു. കോംപ്രഹെൻസീവ് സ്റ്റഡി ഓഫ് ദി റിലേഷൻ ബിറ്റ്വീൻ മാൻ ആൻഡ് ഹിസ് സോഷ്യൽ എൻവയോൺമെന്റ്. മനുഷ്യനും അവന്റെ സാമൂഹിക ചുറ്റുപാടും തമ്മിലുള്ള ബന്ധം വളരെ സമഗ്രമായിട്ട് പഠന വിധേയമാക്കുന്ന ഒരു വിഷയമാണ് സോഷ്യോളജി, സമൂഹശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. ദി ഏർലി സോഷ്യൽ സയൻസ് തിങ്കേഴ്സ്. അപ്പൊ ഈ ഒരു വിഷയത്തെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഈ ഒരു വിഷയത്തിന്റെ വളർച്ചയ്ക്ക് കാരണക്കാരായ ആദ്യകാല ചിന്തകരെ നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ വേണ്ടി പോവാണ്. ദി ഏർലി സോഷ്യൽ സയൻസ് തിങ്കേഴ്സ്. അപ്പൊ ആ ചിന്തകർ ആരൊക്കെയെന്ന് നമുക്ക് ഇവിടെ കുറച്ച് ഫോട്ടോസ് കാണാം. അഗസ്റ്റ് കോംറ്റെ, ഹെർബർട്ട് സ്പെൻസർ, എമിൽ ഡ്യുക്കെയ്ം, അതേപോലെ മാക്സ് വെബർ, ഇങ്ങനെയുള്ള കുറച്ച് പേരുകൾ ഇവിടെ കൊടുക്കും. കാൾ മാക്സ്, കുറച്ച് പേരുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ പേരുകളിലേക്കൊക്കെ നമുക്ക് കടന്നു വരാം. ദി ഏർലി സോഷ്യൽ സയൻസ് തിങ്കേഴ്സ്. ആദ്യകാല സമൂഹശാസ്ത്ര ചിന്തകർ. We have already discussed the French Revolution in the previous chapters. അതായത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ആദ്യ ചാപ്റ്ററിൽ തന്നെ പഠിച്ചിട്ടുണ്ട് ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച്. The social issues in France after the revolution led to the rise of sociology. ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്ന് ഫ്രാൻസിൽ ഉണ്ടായിട്ടുള്ള സാമൂഹിക മാറ്റങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക പ്രശ്നങ്ങളൊക്കെ ഫ്രഞ്ച് വിപ്ലവാനന്തരം ഫ്രാൻസിൽ ഉണ്ടായിട്ടുള്ള സാമൂഹിക പ്രശ്നങ്ങളാണ് സമൂഹശാസ്ത്രം അല്ലെങ്കിൽ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു വിഷയത്തിന്റെ ഉത്ഭവത്തിന്, അതിന്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത്. The 19th century is known in history as the age of revolution. ഇവിടെ പറയുന്നു 19ാം നൂറ്റാണ്ട് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? വിപ്ലവങ്ങളുടെ കാലഘട്ടം. വിപ്ലവ യുഗം എന്ന പേരിലാണ്. വിപ്ലവ യുഗം, ഏജ് ഓഫ് റെവല്യൂഷൻസ് എന്നാണ് അറിയപ്പെടുന്നത്. 3 revolutions paved the way for the emergence of sociology. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട 3 വിപ്ലവങ്ങൾ. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട 3 വിപ്ലവങ്ങൾ, 3 revolutions, 3 വിപ്ലവങ്ങളാണ് എന്തിനു കാരണമായത്? That paved the way for the emergence of sociology. സോഷ്യോളജി എന്ന് പറയുന്ന വിഷയത്തിന്റെ, സമൂഹശാസ്ത്രം എന്ന് പറയുന്ന വിഷയത്തിന്റെ ആവിർഭാവത്തിന് വഴിയൊരുക്കിയത് ഇങ്ങനെയുള്ള 3 വിപ്ലവങ്ങളാണ്. 3 revolutions ആണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. ഏതൊക്കെയാണ് 3 revolutions? സോഷ്യോളജിയുടെ എമർജൻസിന് കാരണമായ 3 revolutions ആണ്. ഒന്ന് റിനൈസൻസ് ഓർ സയന്റിഫിക് റെവല്യൂഷൻസ്, നവോത്ഥാനം അല്ലെങ്കിൽ ജ്ഞാനോദയം അല്ലെങ്കിൽ ശാസ്ത്ര വിപ്ലവം എന്നൊക്കെ പറയാൻ പറ്റുന്ന സംഗതി. റിനൈസൻസ് ഓർ സയന്റിഫിക് റെവല്യൂഷൻ, നവോത്ഥാനം അല്ലെങ്കിൽ എങ്ങനെയും വിളിക്കാം നമുക്ക് സയന്റിഫിക് റെവല്യൂഷൻ, ശാസ്ത്ര വിപ്ലവം. ആ ശാസ്ത്ര വിപ്ലവത്തെ നമുക്ക് എന്തും വിളിക്കാം? എൻലൈറ്റൻമെന്റ്, ജ്ഞാനോദയം എന്നും വിളിക്കാം. എനിവേ, ഫ്രഞ്ച് റെവല്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവം, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വ്യാവസായിക വിപ്ലവം. ഈ 3 വിപ്ലവങ്ങളാണ്, ഈ 3 റെവല്യൂഷൻസ് ആണ് എന്തിന് കാരണമായിട്ടുള്ളത്? സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന്റെ എമർജൻസിന്, അതിന്റെ ആവിർഭാവത്തിന് കാരണമായിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഈ 3 വിപ്ലവങ്ങളും ഓർത്തു വെക്കുക. സോഷ്യോളജി originated in Western Europe in the background of these revolutions. ഈ പറയുന്ന വിപ്ലവങ്ങളുടെ പശ്ചാത്തലത്തിൽ വെസ്റ്റേൺ യൂറോപ്പിലാണ്, പടിഞ്ഞാറൻ യൂറോപ്പിലാണ്, പാശ്ചാത്യ യൂറോപ്പിൽ. സോഷ്യോളജി ഒറിജിനേറ്റഡ് ഇൻ വെസ്റ്റേൺ യൂറോപ്പ്. പടിഞ്ഞാറൻ യൂറോപ്പിലാണ് ഈ പറയുന്ന വിപ്ലവങ്ങളുടെ പശ്ചാത്തലത്തിൽ, പടിഞ്ഞാറൻ യൂറോപ്പിലാണ് സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം ഉത്ഭവിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ആവിർഭാവം നടക്കുന്നത്. ആൻഡ് അഗസ്റ്റ് കോംറ്റെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, അഗസ്റ്റ് കോംറ്റെ, ദി ഫ്രഞ്ച് തിങ്കർ, ഈസ് റിഗാർഡഡ് ആസ് ദി ഫാദർ ഓഫ് സോഷ്യോളജി.
സോഷ്യോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അഗസ്റ്റ് കോംറ്റെയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓരോ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ പിതാക്കന്മാരുണ്ട് അല്ലെ. നമ്മൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എക്കണോമിക്സിന്റെ പിതാവായിട്ട് ആദം സ്മിത്തിനെ നമ്മൾ പഠിച്ചു. അതേപോലെ പൊളിറ്റിക്കൽ സയൻസിന്റെ പിതാവായിട്ട് അരിസ്റ്റോട്ടിലിനെ നമ്മൾ പഠിച്ചു. അപ്പൊ അതുപോലെ ഈ സോഷ്യോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്, ഫാദർ ഓഫ് സോഷ്യോളജി എന്നറിയപ്പെടുന്നത് അഗസ്റ്റ് കോംറ്റെ എന്ന് പറയുന്ന ഫ്രഞ്ച് തിങ്കറാണ്. അത് പ്രത്യേകം ഓർത്തു വെക്കുക, 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അഗസ്റ്റ് കോംറ്റെ ഈസ് റിഗാർഡഡ് ആസ് ദി ഫാദർ ഓഫ് സോഷ്യോളജി. ഹെർബർട്ട് സ്പെൻസർ, മറ്റൊരു പേര് പറയുന്നു, ഹെർബർട്ട് സ്പെൻസർ വാസ് ദി തിങ്കർ ഹു യൂട്ടിലൈസ്ഡ് ദി തിയറി ഓഫ് ഇവല്യൂഷൻ by Charles Darwin for the study of society. ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം നമ്മൾ മുൻപും ചെറിയ ക്ലാസ്സിലൊക്കെ, സയൻസ് ക്ലാസ്സുകളിലോ ഒക്കെ നമ്മൾ പരാമർശിച്ചിട്ടുണ്ടാവും. മാത്രമല്ല, നമ്മൾ ഹിസ്റ്ററി ക്ലാസ്സിൽ തന്നെ നമ്മൾ സ്റ്റേറ്റിന്റെ ഒറിജിനുമായി ബന്ധപ്പെട്ട, രാഷ്ട്രത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചില തിയറികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടേക്ക് നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു ചാൾസ് ഡാർവിന്റെ ഇവല്യൂഷൻ തിയറി. അപ്പൊ ഈ ചാൾസ് ഡാർവിന്റെ ഇവല്യൂഷൻ തിയറിയെ സമൂഹത്തിന്റെ പഠനത്തിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഒരു തിങ്കറാണ് ഹെർബർട്ട് സ്പെൻസർ എന്ന് പറയുന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കാം, ഹെർബർട്ട് സ്പെൻസർ utilized the theory of evolution by Charles Darwin for the study of society. ചാൾസ് ഡാർവിന്റെ ഇവല്യൂഷൻ തിയറി സമൂഹത്തിന്റെ പഠനത്തിന് വേണ്ടി ആര് യൂട്ടിലൈസ് ചെയ്തു? ഹെർബർട്ട് സ്പെൻസർ എന്ന് പറയുന്ന തിങ്കർ യൂട്ടിലൈസ് ചെയ്തു. ഓക്കെ, അടുത്ത സെന്റൻസ്, he clarified that just as biological evolution, the society had passed through various stages and reached the present stage. ഓക്കെ, ഈ ഒരു ഇവല്യൂഷൻ തിയറിയിൽ പറയുന്നത് പോലെ തന്നെ ആ ഒരു തിയറി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനത്തിലൂടെ ഹെർബർട്ട് സ്പെൻസർ പറയുകയാണ്, അദ്ദേഹം വ്യക്തമാക്കുകയാണ്, ജസ്റ്റ് ആസ് ബയോളജിക്കൽ ഇവല്യൂഷൻ, ചാൾസ് ഡാർവിൻ പറയുന്ന ബയോളജിക്കൽ ഇവല്യൂഷൻ പോലെ തന്നെ the society had passed through various stages and reached the present stage. ഓക്കെ, അദ്ദേഹം പറയുന്നു ജീവശാസ്ത്രപരമായിട്ടുള്ള, ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു ഇവല്യൂഷൻ പോലെ തന്നെ, ജീവശാസ്ത്രപരമായ പരിണാമം പോലെ തന്നെ നമ്മുടെ മനുഷ്യ സമൂഹവും ഒരുപാട് തരത്തിലുള്ള വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ പരിണമിച്ചാണ്, ഇവല്യൂഷൻ സംഭവിച്ചാണ് ഇന്ന് കാണുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, സൊസൈറ്റി ഹാഡ് പാസ്ഡ് ത്രൂ വേരിയസ് സ്റ്റേജസ് ആൻഡ് റീച്ച്ഡ് ദി പ്രസന്റ് സ്റ്റേജ്. ഒരുപാട് ഘട്ടങ്ങൾ പിന്നിട്ടുകൊണ്ടാണ്, ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടാണ്, ഇവല്യൂഷൻസ് സംഭവിച്ചുകൊണ്ടാണ് ഇന്ന് കാണുന്ന ഒരു സൊസൈറ്റി ഫോം ചെയ്യപ്പെട്ടത് എന്നാണ് ആര് പറയുന്നത്? ഹെർബർട്ട് സ്പെൻസർ പറയുന്നത്. അതിന് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് ആരുടെ തിയറിയാണ്? ചാൾസ് ഡാർവിന്റെ ബയോളജിക്കൽ ഇവല്യൂഷനുമായി ബന്ധപ്പെട്ട ഇവല്യൂഷൻ തിയറിയാണ് അദ്ദേഹം യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ രണ്ട് വെസ്റ്റേൺ തിങ്കേഴ്സിനെ നമ്മൾ പഠിച്ചു. സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ വളർച്ചയ്ക്ക് കാരണക്കാരായ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ അഗസ്റ്റ് കോംറ്റെയാണ്. അദ്ദേഹം നമ്മൾ പറഞ്ഞു ഹീസ് കൺസിഡേർഡ് ഓർ റിഗാർഡഡ് ആസ് ദി ഫാദർ ഓഫ് സോഷ്യോളജി. മറ്റൊരു തിങ്കർ നമ്മൾ പറഞ്ഞു ഹെർബർട്ട് സ്പെൻസർ ആണ്. ആൻഡ് ഹി യൂട്ടിലൈസ്ഡ് ദി തിയറി ഓഫ് ഇവല്യൂഷൻ ബൈ ചാൾസ് ഡാർവിൻ ഫോർ ദി സ്റ്റഡി ഓഫ് സൊസൈറ്റി. സമൂഹത്തിന്റെ പഠനത്തിന് വേണ്ടി ചാൾസ് ഡാർവിന്റെ ഇവല്യൂഷൻ തിയറി യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള തിങ്കറാണ് ഹെർബർട്ട് സ്പെൻസർ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവരെ പോലെ, ഈ രണ്ടാളുകൾ മാത്രമല്ല, ഇവരെ പോലെ വേറെയും ചില തിങ്കേഴ്സ് ഉണ്ട്. അവരും സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ വളർച്ചയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പൊ ആ പേരുകൾ മാത്രം നമ്മൾ ഇവിടെ നോക്കുകയാണ്. മെനി തിങ്കേഴ്സ് ലൈക്ക് കാൾ മാക്സ്. ഇതിൽ ഒന്നാമത്തെ പേര് നമ്മൾ നേരത്തെ ഒരുപാട് തവണ കേട്ടിട്ടുള്ള, നമുക്കറിയാവുന്ന പേരാണ്. ഒന്ന് കാൾ മാക്സ്, മറ്റൊന്ന് എമായിൽ ദുർഖെയിം. ഓക്കെ, എമായിൽ ദുർഖെയിം, മറ്റൊന്ന് മാക്സ് വെബർ, etc. have made important contributions to the development of sociology. സമൂഹശാസ്ത്രത്തിന്റെ, സോഷ്യോളജിയുടെ വികാസത്തിന് ഒരുപാട് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള, കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള ആളുകളാണ് ഈ പറഞ്ഞിട്ടുള്ള ആളുകൾ. അപ്പൊ ആളുകളുടെ പേരുകൾ മാത്രം നമ്മൾ നോക്കാൻ ശ്രദ്ധിക്കണം. അത് ഏർലി സോഷ്യൽ സയൻസ് തിങ്കേഴ്സ് ആണ് ഇവിടെ പറയുന്നത്. ആ ഏർലി സോഷ്യൽ സയൻസ് തിങ്കേഴ്സ് തന്നെ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ള പേരുകളൊക്കെയും വെസ്റ്റേൺ തിങ്കേഴ്സിന്റെ പേരാണ്. വെസ്റ്റേൺ തിങ്കേഴ്സ് ആണ്. ഇന്ത്യയിലുള്ള ആരെയും നമ്മളിപ്പോ പറഞ്ഞിട്ടില്ല. ആരൊക്കെയാണ് ആ പേരുകൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഹെർബർട്ട് സ്പെൻസർ, ഏറ്റവും ആദ്യം നമ്മൾ പറയാം അഗസ്റ്റ് കോംറ്റെ, ഹെർബർട്ട് സ്പെൻസർ, കാൾ മാക്സ്, എമായിൽ ദുർഖെയിം, മാക്സ് വെബർ. ഈ 5 ആളുകളുടെ പേര് നിർബന്ധമായിട്ടും ഓർത്തു വെക്കാം. ഇന്ത്യൻ തിങ്കേഴ്സിനെ പറ്റിയും, ഇന്ത്യയിൽ സോഷ്യോളജി ഇന്ത്യയിൽ പിന്നെ എങ്ങനെയാണ്, എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. കുറച്ച് പേരുകളൊക്കെ, 5ഓളം പേരുകൾ നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. പക്ഷെ വളരെ എളുപ്പത്തിൽ നോക്കാൻ പറ്റും, ചെറിയൊരു ഭാഗമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഈ ഒരു വെസ്റ്റേൺ തിങ്കേഴ്സിനെ പരിചയപ്പെട്ട് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. അപ്പോൾ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.